വലിയ തോതിൽ GST-യിൽ വെട്ടിയതും നടക്കുന്നുണ്ട്. അത് സംസ്ഥാനതല GST ആണെങ്കിലും അന്തർ സംസ്ഥാന GST ആണെങ്കിലും കേന്ദ്രതല GST ആണെങ്കിലും എല്ലായിടത്തും വേണ്ടതുപോലെ വെട്ടീര് നടക്കുന്നുണ്ട്. ഈ വെട്ടീര് തടയാൻ വേണ്ടി 2017 നവംബറിൽ തന്നെ നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നൊരു അതോറിറ്റിയെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു. അത് സ്ഥാപിച്ചതിന് ശേഷവും അനുസ്യൂതം GST-യിലുള്ള നികുതി വെട്ടീര് തുടർന്നുകൊണ്ടിരുന്നു. പക്ഷെ ഇടക്കാലത്ത് 2022 ബജറ്റിന് മുൻപായിട്ട് നിർമ്മല സീതാരാമൻ ഒരു താക്കീത് നടത്തി. ഈ നായ്, അതായത് നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, മര്യാദയ്ക്ക് ജോലി ചെയ്തോ, മര്യാദയ്ക്ക് നികുതി വെട്ടീര് കണ്ടുപിടിച്ചോ, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ തെറിപ്പിക്കുമെന്ന്. എന്തായാലും അവരുടെ ആ താക്കീത് ഏതാനും ഒരു 1-2 മാസക്കാലം കൊണ്ട് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ 58,000 കോടിയുടെ നികുതി വെട്ടീരാണ് കണ്ടെത്തിയത്. അതിനുശേഷം പറഞ്ഞു ആധാർ കാർഡ് വെച്ച് വേണം ഇനി ഈ GST കളക്ട് ചെയ്യാൻ. അതായത് GST പോർട്ടലിലേക്ക് അതായത് അതിന്റെ ആ പ്രോസസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, നേരിട്ട് കളക്ട് ചെയ്യുക അല്ല ചെയ്യുന്നത്. ഇപ്പൊ ഒരു ട്രക്കിലെ ഉൽപ്പന്നങ്ങൾ ആന്ധ്രയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ ട്രക്കിലേക്ക് കയറ്റുമ്പോൾ തന്നെ ഇത്ര വാല്യുള്ള ഇത്ര രൂപയുടെ ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതിന്റെ ഒരു രസീത് ആ ഉൽപ്പന്നങ്ങൾ കയറ്റുന്നതോടൊപ്പം തന്നെ ടാക്സ് പോർട്ടൽ GST പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതിനും അപകടമുണ്ട്. കാരണം ഈ കൊടുക്കുന്ന ഉൽപ്പന്നത്തിന്റെ മൂല്യം മുഴുവനും ഈ നികുതി രസീതിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ വെരിഫൈ ചെയ്യേണ്ടതാണ്. പറഞ്ഞ ഉൽപ്പന്നം തന്നെയാണോ ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. ഇങ്ങനെ പല അപകടങ്ങളും ഉണ്ട്. അതിനെയൊക്കെ പരിശോധിക്കാനാണ് ഈ നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് പണ്ട് ചെക്ക് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു, ആ ചെക്ക് പോസ്റ്റുകൾ GST വന്നതോടെ നിർത്തലാക്കി. എന്തൊക്കെ നിരീക്ഷണങ്ങളാണോ ചെക്ക് പോസ്റ്റുകൾ വഴി നടത്തിയിരുന്നത്, അതേ നിരീക്ഷണങ്ങളൊക്കെ തന്നെ ചെക്ക് പോസ്റ്റ് ഇല്ലാതെ എവിടെയും കൈ കാണിച്ച് ട്രക്കോ ലോറിയോ കാറോ വാട്ടെവർ ഇട്ട് നിർത്തി പരിശോധിക്കാൻ ഉള്ള അധികാരം കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യയെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അങ്ങനെ അവരുടെ ധർമ്മം തുടങ്ങി. അങ്ങനെ അന്ന് 58,000 കോടിയുടെ കണ്ടുപിടുത്തം നടത്തിയതോടുകൂടി തന്നെ ഇനി അതായത് എങ്ങനെയാണ് ഈ ആധാർ കാർഡൊന്നും ഇല്ലാതെ ഈ GST പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഫേക്ക് ITC, അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ഫേക്ക് ITC അപ്ലോഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ തിരിമറി നടത്തിയത്. അപ്പോൾ ഫേക്ക് ITC വരാതിരിക്കാനാണ് ആധാർ കാർഡും കൂടി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുമ്പോൾ അതിനകത്ത് ചേർത്തിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹത്തിന്റെ മന്ത്രി പദവി തീരുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ ആലുവായിൽ നിന്ന് തന്നെ പെരുമ്പാവൂർ നിന്ന് തന്നെ പിടിച്ചു 4-5 പ്ലൈവുഡ് കമ്പനികൾ. അങ്ങനെ കമ്പനികളേ ഇല്ല, പക്ഷേ അങ്ങനെ കമ്പനികളുടെ ITC പിന്നെ ആധാർ കാർഡൊക്കെ ചേർത്തിട്ടുള്ള ITC അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് അങ്ങനെയുള്ള ആധാർ കാർഡും ഇല്ല. അതായത് അതിന്റെ ഉടമകൾ, ഈ ആധാർ കാർഡുകളുടെ ഉടമകള് അറിഞ്ഞിട്ട് പോലും ഇല്ല, എന്തെങ്കിലും വ്യവസായത്തെ പറ്റി എന്തെങ്കിലും അറിവുള്ളവരുമല്ല. അപ്പൊ എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മോഷ്ടിച്ച ആധാർ കാർഡ് വെച്ച് തന്നെ ആണ് ഇല്ലാത്ത കമ്പനികൾ ഇങ്ങനെ GST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തത്. 5 കോടിയുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ആണ് അന്ന് ഡോക്ടർ ഐസക് കണ്ടെത്തിയത്. അപ്പം സർവത്ര ഈ അടുത്ത കാലത്താണ് നമ്മൾ ബയോഡീസൽ എന്നും പറഞ്ഞുകൊണ്ട് ശരിയല്ലാത്ത, അതായത് ഭയങ്കര അപകടകരമായ തരത്തിലുള്ള സാധനം ബയോഡീസൽ ആണെന്ന് പറഞ്ഞ് വിൽക്കുന്നവരെ GST വകുപ്പ് കണ്ടെത്തും. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലുള്ള അഴിമതിക്കും കളമൊരുക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യയിൽ ഒട്ടാകെ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് നികുതി വരുമാനത്തിൽ നിന്ന് വലിയ വർധനം ഉണ്ടാകാതെ പോയത് GST കൊണ്ടുവന്നതിന് ശേഷവും. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തില് ഒന്നാമത് നമ്പർ ഓഫ് ടാക്സസ് കൂടുതലാണ്, 4. അന്താരാഷ്ട്ര തലത്തിൽ 2 ഉള്ളപ്പോൾ ഇന്ത്യയിൽ 4. പിന്നെ അതുകൂടാതെ വലിയ തോതിൽ നികുതി വെട്ടീര് നടക്കുന്നു. ഇതൊക്കെ കാരണം കൊണ്ടാണ് പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു പരിഷ്കരണത്തിലേക്ക് പോകാം. പക്ഷെ എനിക്ക് അതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് തോന്നുന്ന മറ്റൊരു കാരണമുണ്ട്. ഇതിപ്പം നികുതി ഇളവ് ചെയ്യുകയാണ്. അതായത് ഈ 4 റേറ്റിനെ 2 റേറ്റ് ആക്കി കുറയ്ക്കുന്ന പറഞ്ഞാൽ 28% എന്ന് പറഞ്ഞ ഒരു റേറ്റേ വേണ്ടെന്ന് വെച്ചു, അത് 18%-ലേക്ക് മെർജ് ചെയ്യും.
അതുപോലെ നേരത്തെ 18% 12% ഒരുപാട് ഉൽപ്പന്നങ്ങളെ 5% മെർജ് ചെയ്യും. അപ്പൊ വലിയ നികുതി ഇളവാണ് ഇവിടെ വരുന്നത്. ഈ നികുതി ഇളവിന് ഒരു വളരെ പ്രധാനപ്പെട്ട കാരണം ഞാൻ കണ്ടെത്തുന്നത് ട്രംപ് ഇമ്പാക്റ്റ് ആണ്. അതായത് ട്രംപ് 50% വരെ താരിഫ് ഏർപ്പെടുത്തും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങളിൽ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എക്സ്പോർട്ടേഴ്സ് ഒക്കെ അവരുടെ എക്സ്പോർട്ട് ബിസിനസ് നിർത്തി പോകേണ്ട തരത്തിൽ അമേരിക്കയുമായി ട്രേഡ് റിലേഷൻസ് ഉള്ള എക്സ്പോർട്ടേഴ്സിന് അത് വലിയ തിരിച്ചടിയാകും. അപ്പോൾ ട്രംപിനോട് പകരം വീട്ടാൻ പോകുന്നതിന് പകരം ഇവിടെ നിന്ന് ആ എക്സ്പോർട്ടേഴ്സിനെ എല്ലാത്തരം സെയിൽസിനും സഹായകമാണ്. പ്രത്യേകിച്ച് ഈ എക്സ്പോർട്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ എക്സ്പോർട്ടേഴ്സിന് അത് വലിയ സഹായമാകും. കാരണം ഇവിടെ തന്നെ നികുതി ഇളവ് ലഭിക്കുന്നു അവർക്ക്. ഇവിടെ നികുതി ഇളവ് ലഭിക്കുമ്പോൾ അത്രയും തന്നെയോ ഒരു പക്ഷെ അതിനേക്കാൾ കുറച്ച് കൂടുതലോ ആയിരിക്കും ട്രംപിന്റെ നികുതി വരുന്നത്. അപ്പോഴും അവർക്ക് പിടിച്ചു നിൽക്കാം വലിയ പ്രശ്നങ്ങളില്ലാതെ. കാരണം ഇവിടെ കിട്ടിയ ഇളവിന്റെ അത്ര തന്നെയോ അല്ലെങ്കിൽ അല്പം കൂടി കൂടുതലോ ആണെങ്കിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അവരുടെ മാർക്കറ്റ് പൂർണ്ണമായിട്ടും തകർന്നു പോകില്ല. അപ്പൊ അതും കൂടി ഈ ഒരു വിളംബരത്തിന്റെ പുറകില് ഒരു കാരണമായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അങ്ങനെ ഒന്ന് നടത്തി. പക്ഷെ ആ വിളംബരം, അതായത് ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നുള്ള ആ വിളംബരം ശരിയായില്ല. അത് ഫെഡറൽ പ്രിൻസിപ്പിൾസിന് എഗൻസ്റ്റ് ആണ് എന്ന ഒരു വികാരം എല്ലാ സംസ്ഥാനങ്ങളുടെ ചിന്തകളിലും ഉണ്ട്. കാരണം എന്താണ്? ഇത് GST കൗൺസിലിൽ കൊണ്ടുവന്ന് GST കൗൺസിൽ ഡിസ്കസ് ചെയ്ത് വേണമായിരുന്നു ഇത്തരം ഒരു തീരുമാനം എടുക്കാനും ആ തീരുമാനം എവിടെയാണെങ്കിലും പ്രഖ്യാപിക്കാനും. അതല്ലാതെ പ്രധാനമന്ത്രിയായി പോയി എന്ന കാരണം കൊണ്ട് ഏത് തീരുമാനവും എടുക്കാനും എവിടെ വെച്ചും വിളംബരം ചെയ്യാനുള്ള അവകാശം ഒരു പ്രധാനമന്ത്രിക്കും കൊടുക്കുന്നില്ല ഒരു ഡെമോക്രസിയിൽ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഇതിന് തീർച്ചയായിട്ടും വിമർശനം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ.